Today we are going to discuss one of the most important topics from GIT physiology, that is HCl secretion, its function and regulation of its secretions. So without much delay, let's move on to our session. On to the session HCl. In this session, we will study about the site of secretion and its significance, functions of HCl, mechanism of secretion, factors affecting secretion and its regulation, postprandial alkaline diet and respiratory quotient, and the phases of gastric juice secretion. So first of all, we will move on to the site of secretion and its significance. The site of secretion, as we all know, is the parietal cells. Parietal സെല്ലിലാണ് പെറൈറ്റൽ സെല്ലാണ് എച്ച് സി എൽ അല്ലെങ്കിൽ ഓക്സിഡിക് സെൽ. ആ സെല്ലാണ് എച്ച് സി എൽ ഉണ്ടാക്കുക. ഈ പെറൈറ്റൽ സെല്ലിന്റെ ഏത് ഭാഗത്താണ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതിനു മുന്നേ വി ഹാവ് ടു നോ അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് പെറൈറ്റൽ സെൽ. ബേസിക്കലി സ്ട്രക്ചർ ഓഫ് പെറൈറ്റൽ സെൽസ് എടുത്താൽ ദേ ഹാവ് എ ടു സൈഡ്. അപ്പോൾ ഈ സൈഡ് ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന സൈഡാണ് ബേസോലാട്രൽ മെംബ്രെയിൻ. ബേസോലാട്രൽ മെംബ്രെയിൻ. അതേപോലെ സ്റ്റൊമക്കിന്റെ ലൂമനെ ഫേസ് ചെയ്ത് വെക്കുന്ന ഭാഗമാണ് അപ്പിക്കൽ പോർഷൻ. സോ ദിസ് ഇസ് ദ അപ്പിക്കൽ പോർഷൻ അല്ലെങ്കിൽ അപ്പിക്കൽ മെംബ്രെയിൻ വിച്ച് ഫേസസ് ദ ലൂമൻ ഓഫ് ദ സ്റ്റൊമക്. ലൂമൻ ഓഫ് ദ സ്റ്റൊമക് എടുത്ത സപ്പോസ് ദിസ് ഇസ് ദ സ്റ്റൊമക്. ഈ സ്റ്റൊമക്കിന്റെ അകത്തുള്ള പോർഷനാണ് ലൂമൻ. അപ്പൊ ആ ലൂമനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഭാഗമാണ് അപ്പിക്കൽ പോർഷൻ. ആ സെല്ലിന്റെ മറ്റു ഭാഗം ഫ്ലൂയിഡിനെ ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിനെ പുറത്തുള്ള ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിനെ ഫേസ് ചെയ്യുന്ന ഭാഗമാണ് ബേസോലാട്രൽ മെംബ്രെയിൻ. ഓക്കെ, ഇനി ഇവിടെ എവിടെ എച്ച് സി എൽ ഉണ്ടാകുന്നത് അറിയാം. സോ എച്ച് സി എൽ ഇസ് ആക്ച്വലി ഫോം ഇൻ ദ സ്പേസ് ഇൻ ദ ലൂമൻ ഓഫ് ദ ഇൻട്രാസെല്ലുലാർ കനാലിക്കുലേ. ഇപ്പൊ ടെക്സ്റ്റിൽ നമ്മൾ വായിച്ചിട്ടുണ്ടാവും സൈറ്റ് ഓഫ് സെക്രീഷൻ ഓഫ് എച്ച് സി എൽ ഇസ് ദ ഇൻട്രാസെല്ലുലാർ കനാലിക്കുലേ ഓഫ് ദ പെറൈറ്റൽ സെൽ. പെറൈറ്റൽ സെൽസിന്റെ ഇത് പെറൈറ്റൽ സെൽ ദിസ് ഈസ് ദ പെറൈറ്റൽ സെൽസ്. ഇതിന്റെ ഒരു പ്രൊട്രൂഷൻ എന്ന് പറയുന്ന പേരാണ് ഇൻട്രാസെല്ലുലാർ കനാലിക്കുലേ. ഇൻട്രാസെല്ലുലാർ കനാലിക്കുലേ. സോ ഇൻട്രാസെല്ലുലാർ കനാലിക്കുലയുടെ രണ്ട് ഇൻട്രാസെല്ലുലാർ കനാലിക്കുലയിൽ ഇടയ്ക്കുള്ള ഈ സ്പേസ് ഇതാണ് ലൂമൻ. ഇൻട്രാസെല്ലുലാർ കനാലിക്കുലർ ലൂമൻ. ഇതിന്റെ അകത്ത് ആരുണ്ടാവാം? എച്ച് സി എൽ ഉണ്ടാവാം. ഓക്കെ, അപ്പൊ അതുവഴി എന്ത് സിഗ്നിഫിക്കൻസാ നമുക്കുള്ളത്? കാരണം എച്ച് സി എൽ ഈ പെറൈറ്റൽ സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിലാണ് ഉണ്ടാവുമെങ്കിൽ ഇറ്റ് വിൽ ഡാമേജ് ദ പെറൈറ്റൽ സെൽ. അല്ല, ഇറ്റ്സ് ഹൈലി അസിഡിക്. എച്ച് സി എൽ ഇസ് ഹൈലി അസിഡിക്, സോ ഇറ്റ് വിൽ ഡാമേജ് ദ പെറൈറ്റൽ സെൽ. Since it is formed inside the lumen of the intracellular canaliculi, the parietal cell is protected from the HCl. And ഈ ലൂമനിൽ ഉണ്ടാകുന്ന ഇൻട്രാസെല്ലുലാർ കനാലിക്കുലയിലെ ലൂമനിൽ ഉണ്ടാകുന്ന എച്ച് സി എൽ എങ്ങോട്ടാ സെക്രീറ്റ് ചെയ്യുക? അതെ, വയറിന്റെ ലൂമനിലോട്ട്, സ്റ്റൊമക്കിന്റെ ലൂമനിലോട്ട് സെക്രീറ്റ് ചെയ്ത് വിടും. ദാറ്റ് ഇസ് ദ സൈറ്റ് ഓഫ് സെക്രീഷൻ ആൻഡ് സിഗ്നിഫിക്കൻസ്. സൈറ്റ് ഓഫ് സെക്രീഷൻ ചോദിച്ചാൽ ഇൻട്രാസെല്ലുലാർ കനാലിക്കുല അല്ലെങ്കിൽ ലൂമൻ ഓഫ് ദി ഇൻട്രാസെല്ലുലാർ കനാലിക്കുലി ഓഫ് ദ parietal cell എഴുതാം. ഓക്കെ, നെക്സ്റ്റ് we will go on to the function of the HCl. So main function, as we all know, is convert inactive pepsinogen to active pepsin. And second mechanism is kills ingested microbes. നമ്മൾ കഴിക്കുന്ന സമയത്ത് ഫുഡിൽ ഇഷ്ടംപോലെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഇറ്റ് ക്യാൻ ബി ഹാർംഫുൾ ഓർ ഇറ്റ് ക്യാൻ ബി യൂസ്ഫുൾ. അപ്പൊ ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസത്തിന് എച്ച് സി എല്ലിന്റെ ഹൈലി അസിഡിക് പി എച്ചിൽ ദേ ഗെറ്റ് ഡാമേജ്. സോ സെക്കൻഡ് ഫംഗ്ഷൻ ഈസ് ദേ kills the ingested microbe. And third function is acidic chyme entering the small intestine. നമ്മുടെ സ്റ്റൊമക്കിലുള്ള ഫുഡ് ഇസ് ആസിഡിക് അല്ലെ. ഡൈജഷൻ കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഫുഡ് ഇസ് ആക്ച്വലി ആസിഡിക്. സോ ദിസ് ആസിഡിക് ഫുഡ് entering the small intestine stimulate the release of cholecystokinin and secreting from the small intestine, and thereby it stimulate the release of bile and pancreatic juice which help in the digestion of food. ഒന്നുമില്ല, acidic chyme is actually stimulate the release of bile and pancreatic juice which help in the digestion of food, further digestion of the food. And the fourth important function of the iron of the HCl is which is very necessary for iron absorption. It converts ferrous iron to ferric iron. It converts ferric iron to ferrous iron. Ferric iron, this is the dietary form. നമ്മൾ കഴിക്കുന്ന iron ആണ് ferric iron. ബട്ട് അബ്സോർബ് ചെയ്യുന്ന ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന അയൺ ആണ് ഫെറസ് അയൺ Fe2+. അപ്പോൾ Fe3+ ഉള്ള ഫെറസ് അയണിന ഫെറിക് അയണിന ഫെറസ് അയൺ Fe2+ ആക്കി മാറ്റുന്ന അയൺ HCl ആണ്. അപ്പൊ ഇവിടെ ചിലപ്പോൾ ചോദ്യം വരാം, ഗ്യാസ്ട്രക്ടമി ചെയ്ത പേഷ്യന്റിന് അതായത് സ്റ്റൊമക്ക് റിമൂവ് ചെയ്ത പേഷ്യന്റിന് അയൺ ഡെഫിഷ്യൻസി അനീമിയ വരുന്നത് എന്തുകൊണ്ട്? അതിന്റെ കാരണം എന്താ?
കാരണം HCl ഹാസ് എ മേജർ റോൾ ഇൻ ദ കൺവേർഷൻ ഓഫ് Fe3+ ടു Fe2+. അതുവഴി അയൺ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ദാറ്റ്സ് വൈ ഗ്യാസ്ട്രക്ടമി തന്ന പേഷ്യന്റിന് അയൺ ഡെഫിഷ്യൻസി അനീമിയ വരുന്നത്. അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. ഗ്യാസ്ട്രക്ടമി കഴിഞ്ഞ പേഷ്യന്റിന് പെർനീഷ്യസ് അനീമിയ കൂടി വരാം. പെർനീഷ്യസ് അനീമിയ വരാൻ കാരണം എന്താ? പറൈറ്റൽ സെൽസ് HCl മാത്രമല്ല, ഇൻട്രൻസിക് ഫാക്ടറും കൂടി സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇൻട്രൻസിക് ഫാക്ടർ ഇസ് വെരി നെസസറി ഫോർ ദ അബ്സോർപ്ഷൻ ഓഫ് വൈറ്റമിൻ B12. വൈറ്റമിൻ B12ന്റെ അബ്സോർപ്ഷൻ ആര് വേണം? ഇൻട്രൻസിക് ഫാക്ടർ വേണം. ഇൻട്രൻസിക് ഫാക്ടർ വേണം. സോ ഇപ്പൊ പറൈറ്റൽ സെൽസ് ഗ്യാസ്ട്രക്ടമി ചെയ്താൽ എന്തായാലും പറൈറ്റൽ സെൽസ് ഉണ്ടാവില്ല. അപ്പൊ പറൈറ്റൽ സെൽസിൽ ഇൻട്രൻസിക് സെൽസ് ഇല്ലാത്തതുകൊണ്ട് വൈറ്റമിൻ B12ന്റെ അബ്സോർപ്ഷൻ നടക്കാത്തതുകൊണ്ടാണ് എന്തുണ്ടാവുക? പെർനീഷ്യസ് അനീമിയ ഉണ്ടാവുക. ഓക്കെ, സോ ദാറ്റ് ടു ദ ടോപ്പിക് മെക്കാനിസം ഓഫ് സെക്രീഷൻ. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് മെക്കാനിസം ഓഫ് സെക്രീഷൻ. മെക്കാനിസം ഓഫ് സെക്രീഷൻ നമുക്കറിയാലോ, വേറെ HCl സെക്രീറ്റഡ്. HCl പറൈറ്റൽ സെല്ലിന്റെ ലൂമൻ ഓഫ് ദ ഇൻട്രാസെല്ലുലാർ കനാലിക്കുലയിലാണ് സെക്രീറ്റ് ചെയ്യുന്നത് പറയാം. ആൻഡ് ഇതിന് ടു സൈഡ്സ് ഉണ്ട്. വൺ ഫേസ് ഇൻ ദ ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് ഇസ് ദ basolateral membrane, whereas the one facing the lumen of the stomachന്റെ ലൂമനെ ഫേസ് ചെയ്യുന്ന ഭാഗമാണ് അപ്പിക്കൽ മെംബ്രെയിൻ അല്ലെങ്കിൽ അപ്പിക്കൽ സൈഡ്, അപ്പിക്കൽ മെംബ്രെയിൻ. ആൻഡ് ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്, ഇതാണ് ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് ഉള്ളത് ഇവിടെ. ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് ആയിട്ട് റിലേഷനിൽ വരുന്നത് ആരാ? കാപ്പിലറീസ്. അത് കഴിഞ്ഞാൽ കാപ്പിലറീസ് അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് ഇവിടെ ഉണ്ട്. basolateral മെംബ്രെയിന്റെ അടുത്ത് ബ്ലഡ് വെസൽസ്. Before knowing the mechanism or how the HCl is secreted, you have to just know about the channels present in the parietal cell. Parietal cells actually 3 channels നമുക്ക് പഠിക്കാനുള്ളത്. അതിലൊന്ന് basolateral മെംബ്രെയിനിലുള്ള ഒരു ചാനൽ ആന്റിപോർട്ട് ആണ്. അതാണ് ഇവിടെയുള്ള ആന്റിപോർട്ട് ആണ് HCO3- Cl3 ആന്റിപോർട്ട്. ആന്റിപോർട്ട് എന്ന് പറയുമ്പോൾ ഒന്ന് അകത്ത് കയറുമ്പോൾ ഒന്ന് പുറത്തു പോകും. അതാണ് ആന്റിപോർട്ട്. അതെവിടെയുള്ള basolateral മെംബ്രെയിൻ. അതേപോലെ അപ്പിക്കൽ മെംബ്രെയിനിലുള്ള 2 ചാനലാണ്. ഒന്ന് ക്ലോറൈഡ് ചാനൽ. ദിസ് ഈസ് എ ക്ലോറൈഡ് ചാനൽ. ഒരു ക്ലോറൈഡ് ചാനൽ ഉണ്ടാവും. അതേപോലെ ഒരു സെക്കൻഡ് ചാനലാണ് H+K+ എക്സ്ചേഞ്ചർ. അതൊരു ആന്റിപോർട്ടാണ്. അതായത് H+ പുറത്ത് പോകുന്ന സമയത്ത് K+ അകത്ത് വരും. സോ ഈ 3 ചാനലിനെ പറ്റി നമ്മൾ പഠിക്കണം. ആൻഡ് ആസ് വി ഓൾ നോ, എല്ലാ ചാനലിലും കോമൺ ആയിട്ട് ഉണ്ടാവുന്ന ചാനലാണ് സോഡിയം പൊട്ടാസ്യം ATPs. കാരണം എനർജി വേണം. അപ്പൊ എന്തായാലും പറൈറ്റൽ സെൽസ് നോക്കിയാലും അതിലും സോഡിയം പൊട്ടാസ്യം ATPs ഉണ്ടാവും. അതിവിടെ മെൻഷൻ ചെയ്യുന്നില്ല കേട്ടോ. ഇനി ഇതിന്റെ മെക്കാനിസം എങ്ങനെയാ? വൺസ് ഈ പറൈറ്റൽ സെൽ ഞാൻ ഇവിടെ വേറെ എടുത്ത് വരക്കാം. ഈ പറൈറ്റൽ സെൽസ് ആക്ടിവേറ്റ് ആവുന്ന സമയത്ത്, നമ്മുടെ സ്റ്റൊമക്കിൽ ഫുഡ് വരുന്ന സമയത്ത് ഒബിയസ്ലി ഈ പറൈറ്റൽ സെൽസ് സ്റ്റിമുലേറ്റ് ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുക? പറൈറ്റൽ സെൽസിന്റെ അകത്ത് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഹൈഡ്രേഷൻ നടക്കും. വാട്ടറുമായിട്ട് ജോയിൻ ചെയ്ത് എന്തുണ്ടാവും? H2CO3 ഉണ്ടാവും. This is catalyzed by the enzyme carbonic anhydrase. Carbonic anhydrase എന്ന enzyme catalyze ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് H2O. വൺസ് ഇത് സ്റ്റിമുലേറ്റ് ആവുന്ന സമയത്ത്, പറൈറ്റൽസിന് സ്റ്റിമുലേറ്റ് ആവുന്ന സമയത്ത് H2CO3 അത്യാവശ്യം അൺസ്റ്റേബിൾ ആയതുകൊണ്ട് ഗെറ്റ് സ്പ്ലിറ്റ് ഇൻടു HCO3- ആസ് വെൽ ആസ് H+. ഇനി ഞാൻ പറഞ്ഞല്ലോ ഇവിടെയുള്ള ചാനൽ ഏതാ? HCO3. ഇതാണ് HCO3- H+ ചാനലാണ് ഇവിടെ basolateral side ഉള്ള. ആൻഡ് ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് വിച്ച് ഈസ് റിച്ച് ഇൻ ക്ലോറൈഡ് വിച്ച് ആണ് ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെയുള്ള HCO3 പുറത്തേക്ക് പോകും. പകരം ആര് കയറി വരും? ക്ലോറൈഡ് കയറി വരും. ഇവിടെയുള്ള HCO3 എവിടെ എത്തും? ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിലോട്ട് എത്തും. അതേപോലെ ക്ലോറൈഡ് അകത്ത് സെല്ലിന്റെ അകത്ത് കയറും. ഒരു ക്ലോറൈഡ് നമുക്ക് അകത്ത് കയറി. ഇനി ഇവിടെ ഏത് ചാനലാണ് ഞാൻ പറഞ്ഞത്? H+ പൊട്ടാസ്യം H+K+ ചാനൽ ഉണ്ട്. അപ്പൊ ആ H+K+ ചാനൽ വഴി H+ പുറത്തേക്ക് പോകും. പുറത്തേക്ക് മീൻസ് ഇൻട്രാ സെല്ലുലാർ കനാലിക്കുലാർ ലൂമനിലോട്ട് എത്തും. H+ ഇവിടെ എത്തി. ഇൻസ്റ്റഡ് K+ സെല്ലിന്റെ അകത്തേക്ക് കയറിക്കും. അതേപോലെ ഈ ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്സ് ആരെ കയറി വന്ന? ക്ലോറൈഡ് കയറി വന്നില്ലേ? ഇൻ എക്സ്ചേഞ്ച് ഫോർ HCO3-. ഈ ക്ലോറൈഡ് ആൾസോ ക്ലോറൈഡ് ചാനൽസ് വഴി ഈ ക്ലോറൈഡ് ചാനൽസ് ക്ലോറൈഡ് ചാനൽ വഴി എവിടെ എത്തും? അതും പുറത്തേക്ക് വരും. എവിടെ? ഇന്റർസ്റ്റെല്ലുലാർ കനാലിക്കുലാർ ലൂമനിലെത്തും. ഈ ഇന്റർസ്റ്റെല്ലുലാർ കനാലിക്കുലാർ ലൂമനിലെത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കും? പുറത്ത് പോയ H+, Cl- കമ്പൈൻ ചെയ്തിട്ട് ആരുണ്ടാവും? HCl ഉണ്ടാവും. So HCl is actually produced in the cellular canalicular lumen and this is secreted into എവിടെ? ഇത് ഫേസ് ചെയ്യുന്നത് എവിടെയാ? സ്റ്റൊമക്കിന്റെ ലൂമനിലോട്ടല്ല. അപ്പൊ സ്റ്റൊമക്കിന്റെ ലൂമനിലോട്ട് ആര് സെക്രീറ്റ് ആയി?
HCl is secreted. So this is the mechanism of secretion and how HCl is secreted. ഇപ്പോൾ എക്സാമിന് എഴുതുന്ന സമയത്ത് ഫ്ലോ ചാർട്ട് ആയിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക ആൻഡ് ഇറ്റ് വിൽ ഫെച്ച് യു മോർ മാർക്സ്. ആൻഡ് ഫോർ എക്സാം ഒരു ഡയഗ്രാം വരക്കാനും പഠിക്കണം. യൂഷ്വലി എക്സാമിന് ചോദിച്ചിട്ടുമുണ്ട് നമ്മളെ ഹൗ ദ മീൻസ് ഡ്രോ ദ ഫിഗർ ഓഫ് പെറൈറ്റൽ സെൽസ് ആൻഡ് ഇറ്റ്സ് പ്രൊഡക്ഷൻ ഓഫ് HCl എക്സാമിന് ചോദിച്ചുകൊണ്ട് ഫിഗർ വരക്കാനും പഠിക്കണം. So basically, on stimulation of the parietal cell, there is hydration of CO2. That means CO2 combined with H2O. The presence of carbonic anhydrase to form H2CO3. H2CO3 dissociate to form H plus and HCO3 minus. So the HCO3 minus get extruded from the cell into the interstitium via Cl minus channel, Cl minus HCO3 minus channel, Cl minus അകത്ത് കയറി HCO3 minus പുറത്തു പോകും. Also H plus is pumped out of the cell instead of K plus. K plus അകത്ത് വന്ന് H plus അകത്ത് പോകും. And also Cl ഉള്ളിൽ കയറി വന്ന chloride is extruded into the canaliculi through the chloride channel. So there is H plus and C plus in the canalicular lumen, so which combine to form the HCO3. അതേപോലെ there is one more thing to mention. ഇവിടെ നമ്മൾ HCO3 മൈനസ് ഇപ്പൊ ഫൈനലായിട്ട് എവിടെയുള്ളത് HCO3 മൈനസ് ഇപ്പൊ പുറത്തു പോയി ഇൻഡസ്ട്രീഷ്യസിലുള്ളത്. ഇവിടെയുള്ള ഇൻഡസ്ട്രീഷ്യസിൽ ഇറ്റ് വിൽ എൻറ്റർ ദ ബ്ലഡ് വെസലിലോട്ട് എൻ്റർ ചെയ്യും. ഓക്കെ, ബ്ലഡ് വെസൽസിൽ സോഡിയം ഒക്കെ ഉണ്ട്. അപ്പൊ സോഡിയം ആയിട്ട് കമ്പൈൻ ചെയ്ത് NaHCO3 മൈനസ് NaHCO3 ആയിട്ട് അവിടെ നിൽക്കും. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി ആൽക്കലൈൻ. So it makes the pH of the blood എന്താക്കും, pH ന്റെ വാല്യൂ കൂട്ടും. ദാറ്റ് മീൻസ് ദ ബ്ലഡ് pH become ബ്ലഡിന്റെ pH എന്തായി മാറി, ആൽക്കലൈൻ മാറി. അപ്പൊ നല്ല ഹെവി മീൽസ് കഴിക്കുന്ന സമയത്ത്, വല്ലാണ്ട് നല്ല ഹെവി ഫുഡ് കഴിക്കുന്ന സമയത്ത് മോർ HCl നീഡ് ടു ബി സെക്രീറ്റഡ് ബൈ ദ സ്റ്റൊമക്. അപ്പോ എന്ത് പറ്റും, മോർ HCO3 മൈനസ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പൊ HCO3 മൈനസ് ബ്ലഡിൽ കയറുമ്പോൾ ഒബിയസ്ലി എന്ത് പറ്റും, ബ്ലഡിന്റെ ആൽക്കലിനിറ്റി, ബ്ലഡിന്റെ മോർ pH കൂടും, മോർ ആൽക്കലൈൻ ആവും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് പോസ്റ്റ് പ്രാൻഡിയൽ ആൽക്കലൈൻ ടൈപ്പ്. അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ജസ്റ്റ് ഐ മെൻഷൻഡ് അബൌട്ട് ദാറ്റ്. HCO3 മൈനസ് ഫ്രം ദ ഇൻഡസ്ട്രീഷ്യൻ ബ്ലഡ് കാപ്പിലറീസ് ആയിട്ട് കമ്പൈൻ ചെയ്ത്, സോഡിയം ആയിട്ട് കമ്പൈൻ ചെയ്ത് NaHCO3 ആയി, വിച്ച് റൈസസ് ദ pH ഓഫ് ദ ബ്ലഡ്. ദാറ്റ് ഈസ് ദ പോസ്റ്റ് പ്രാൻഡിയൽ ആൽക്കലൈൻ ടൈപ്പ്. ദാറ്റ് മീൻസ് ഒരു ഹെവി മീൽസ് കഴിക്കുന്ന സമയത്ത് നമ്മളെ ബ്ലഡ് മീൻസ് ആൽക്കലൈൻ ആയിരിക്കും. ഓക്കെ, ഐ ഹോപ്പ് ദിസ്. റെഗുലേഷൻ ഓഫ് ഗ്യാസ്ട്രിക് സെക്രീഷൻ നമ്മൾ ഓർക്കേണ്ട ഒന്നാണ് അസറ്റൈൽ കോളിൻ. ഈ അസറ്റൈൽ കോളിൻ M3 റിസപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് അറ്റ് ദിസ് സ്റ്റിമുലേഷൻ ഓഫ് ദ M3 റിസപ്റ്റർ കോസസ് റിലീസ് ഓഫ് കാൽഷ്യം. അത് ഓർത്ത് നോക്കുക. അതേപോലെ ഹിസ്റ്റമിൻ നമ്മൾ പഠിച്ചത് എന്താ, HCl പ്രൊഡക്ഷൻ കൂട്ടണം. അപ്പൊ അതെങ്ങനെയാ കൂട്ടുക, അത് ഒരു G പ്രോട്ടീനെ തന്നെ സ്റ്റിമുലേറ്ററി G പ്രോട്ടീൻ ആക്ടിവേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതും CMB ലെവലിനെ കൂട്ടും. ഓക്കെ, and CMB level, and one more thing, gastrin. We studied about gastrin. Which get attached to the gastrin receptor, which also increases the level of calcium. Acetylcholine, histamine, gastrin. ഇതൊക്കെ usually calcium level കൂട്ടുന്നതുകൊണ്ട് തന്നെ that will help or stimulate the protein kinases, which actually increases the HCl production. ഈ protein kinases activate ചെയ്യുന്ന വഴി HCl secretion കൂടും. അതായത് ഈ ചാനൽ ആക്ച്വലി ഹൈഡ്രജൻ പൊട്ടാസ്യം ചാനലിന് ഈ പ്രോട്ടീൻ കൈനേസസ് ആക്ടിവേറ്റ് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ HCl സെക്രീറ്റഡ് ആയി പോകുന്നുണ്ട്. ആൻഡ് ഇത് ഇൻഹിബിറ്റ് ചെയ്യുന്ന ആളാരാ, പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്നത് ഒരു ഇൻഹിബിറ്ററി G പ്രോട്ടീനിൽ പോയി ബൈൻഡ് ചെയ്ത് that will causes the decrease of CAMP level, thereby inhibit the level of protein kinase or thereby decreases the level of HCl. ജസ്റ്റ് ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്ത ഭാഗമാണ് റെസ്പിറേറ്ററി കോഷൻ ആൻഡ് പോസ്റ്റ് പ്രാൻഡിയൽ ആൽക്കലൈൻ ടൈപ്പ്. റെസ്പിറേറ്ററി കോഷനിൽ ഓർത്ത് വെക്കേണ്ട, among all the organs, stomach is the only organ which have a negative respiratory quotient. അതിന്റെ അർത്ഥം യൂഷ്വലി നമ്മൾ ആർട്ടീരിയൽ ബ്ലഡ് എടുക്കുന്ന സമയത്ത് വീനസ് ബ്ലഡും ആർട്ടീരിയൽ ബ്ലഡും എടുക്കുന്ന സമയത്ത് വീനസ് ബ്ലഡ് ഹാസ് മോർ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ ദാൻ ആർട്ടീരിയൽ ബ്ലഡ് അല്ലേ. പക്ഷെ നമ്മൾ സ്റ്റൊമക്കിന്റെ കേസ് എടുക്കുന്ന സമയത്ത് നേരെ റിവേഴ്സ് അല്ല. ദാറ്റ് മീൻസ് ദ ആർട്ടീരിയൽ ബ്ലഡ് ഇൻ ദ സ്റ്റൊമക് ഹാസ് മോർ കാർബൺ ഡൈ ഓക്സൈഡ്. ആർട്ടീരിയൽ ബ്ലഡ് ഓഫ് ദ സ്റ്റൊമക് ഹാസ് മോർ CO2 ലെവൽ ദാൻ ദ വീനസ് ബ്ലഡ്. അതാവാൻ കാരണം എന്താ, നമ്മളെ സെല്ലില് മെറ്റബോളിസം നടക്കുമ്പോൾ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ സെല്ലിൽ നിന്ന് എടുത്ത് കളയണമല്ലോ. അപ്പൊ സെല്ലിൽ നിന്ന് എടുത്ത് കളയുന്നത് എങ്ങനെയാ,
അത് വെയിൻസിലോട്ട് റിലീസ് ചെയ്തിട്ട് വെയിൻസ് അതെടുത്ത് കൊണ്ടുപോകണ്ട, എന്നിട്ട് ഓക്സിജനേഷൻ നടക്കും. പക്ഷെ സ്റ്റൊമക്കിന്റെ കേസിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് മെറ്റബോളിസം വഴി ഉണ്ടാവുമെങ്കിലും ദിസ് കാർബൺ ഡൈ ഓക്സൈഡ് യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ദിസ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എച്ച് സി എൽ. എച്ച് സി എല്ലിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഈ CO2 യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുക, വീനസ് ബ്ലഡില് കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ കുറയും. അതേപോലെ നമുക്ക് ഡിമാൻഡ് കൂടുന്ന സമയത്ത്, മോർ ഫുഡ് കഴിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മോർ എച്ച് സി എല്ലിന്റെ ആവശ്യം വരുന്ന സമയത്ത് കൂടുതൽ CO2 വീനസ് ബ്ലഡിൽ നിന്ന് വലിച്ചെടുക്കും. ഓൾറെഡി വീനസ് ബ്ലഡിലുള്ള വെയിൻസിലൊക്കെ ഉള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്ത് ആ കാർബൺ ഡൈ ഓക്സൈഡിനെയും കൂടി HCl ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യും. അതുകൊണ്ട് സ്റ്റൊമക്ക് എടുക്കുന്ന സമയത്ത് വീനസ് ബ്ലഡ് ഹാസ് വെരി ലോ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ ദാൻ ദ ആർട്ടീരിയൽ ബ്ലഡ് ഇൻ കേസ് ഓഫ് സ്റ്റൊമക്ക്. ബാക്കി ഓർഗൻസിലൊക്കെ നേരെ തിരിച്ചാട്ടോ. അതുകൊണ്ടാണ് സ്റ്റൊമക്ക് ഹാസ് എ നെഗറ്റീവ് റെസ്പിറേറ്ററി കോഷൻ എന്ന് പറയുന്നത്. അത് ഓർക്കുക. ആൻഡ് പോസ്റ്റ് പ്ലാന്റിൽ ആൽക്കലൈൻ ടൈപ്പ് വിച്ച് ഐ ഹാവ് ഓൾറെഡി മെൻഷൻ, അതായത് HCO3- ഉണ്ടല്ലോ, നമ്മുടെ ഇവിടെ ബ്ലഡ് വെസൽ ഉണ്ട്, ഇത് പെറൈറ്റൽ സെൽ. പെറൈറ്റൽ സെൽസിന് HCO3- പുറത്ത് കിടക്കും, ഇൻസ്റ്റഡ് ക്ലോറൈഡ് ഉള്ളിലോട്ട് കയറും ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിൽ. ഈ HCO3 നേരെ എവിടെ കയറും, ബ്ലഡ് വെസലിൽ കയറും. ബ്ലഡ് വെസൽസിൽ ബ്ലഡിൽ സോഡിയം ഉണ്ട്, അപ്പൊ സോഡിയം ആയിട്ട് HCO3- കമ്പൈൻ ചെയ്ത് NaHCO3 ആയി. ദിസ് NaHCO3- എന്ന് പറയുന്നത് ആൽക്കലൈൻ ആണ്. ആൽക്കലൈൻ, ദാറ്റ് മീൻസ് ബ്ലഡിന്റെ pH ഇവർ കൂട്ടും. ബ്ലഡിന്റെ pH കൂട്ടി മീൻസ് ബ്ലഡ് ബിക്കം ആൽക്കലൈൻ. ബ്ലഡ് ഈസ് ആൽക്കലൈൻ, ബ്ലഡ് ബിക്കം ആൽക്കലൈൻ. അപ്പൊ ഒരു ഹെവി മീൽ കഴിക്കുന്ന സമയത്ത് കൂടുതൽ HCl ആവശ്യം വരും. അപ്പൊ കൂടുതൽ HCl ഈസ് പ്രൊഡ്യൂസ്ഡ്, ആൻഡ് കൂടുതൽ HCl പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ HCO3- ഉണ്ടാവും. കൂടുതൽ HCO3- ആയാൽ കൂടുതൽ സോഡിയം NaHCO3 ഉണ്ടാവും, ആൻഡ് ദിസ് വിൽ കോസസ് ദ ബ്ലഡ് ടു ബിക്കം ആൽക്കലൈൻ. അതാണ് പോസ്റ്റ് പ്രാൻഡിയൽ ആൽക്കലൈൻ ടൈം. ഫുഡ് കഴിച്ച ശേഷം ബ്ലഡിന്റെ pH കൂടുതൽ ആൽക്കലൈൻ ആവുന്നതാണ് പോസ്റ്റ് പ്രാൻഡിയൽ ആൽക്കലൈൻ ടൈം. Now let's move on to the last portion of our topic, the phases of gastric secretion. So there are basically 4 phases. First one is interdigestive phase, which is otherwise known as basal secretion phase. And second one is cephalic phase. Third one is gastric phase. And fourth one, that is intestinal phase. So we are going to learn about these 3 phases. So first one is interdigestive phase. That means this phase, അതായത് interdigestive phase, always ഒരു സ്റ്റിമുലസ് ഉണ്ടാവില്ല. മീൻസ് ഇറ്റ് occur always in the absence of a stimulus. ഇവിടെ ഒരു സ്റ്റിമുലസ് ഒരിക്കലും ഉണ്ടാവില്ല. ഒരു സ്റ്റിമുലസ് ഇല്ലാതെ തന്നെ ബോഡിയിൽ ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻസ് ഉണ്ടാവും. അതായത് ഒരു കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ഒരു മിനിമൽ ആസിഡ് സെക്രീഷൻസ് എപ്പോഴും ഉണ്ടാവും. അതാണ് ഇന്റർഡൈജസ്റ്റീവ് ഫേസ്. അതായത് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഒരു മിനിമൽ എമൗണ്ട് ഓഫ് ഗ്യാസ്ട്രിക് സെക്രീഷൻസ് എന്തായാലും സ്റ്റൊമക്കിൽ ഉണ്ടാവും. അതാണ് ഇന്റർഡൈജസ്റ്റീവ് ഫേസ് അല്ലെങ്കിൽ ബേസൽ സെക്രീഷൻ. അപ്പൊ ഇതിനെന്ത് പറയാം, ഒരു സർക്കേഡിയൻ റിതം എവിടെ ഉണ്ടെന്ന്, ഒരു സർക്കാഡിയൻ റിതം എവിടെ ഉണ്ടെന്ന് പറയാം ഈ ഫേസ്. ഓക്കെ, ആൻഡ് ഹൗ ഇറ്റ് ഈസ് കൺട്രോൾഡ്, ഈ ഫേസ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യപ്പെടുക? മെയിൻലി കൺട്രോൾഡ് ബൈ വേഗൽ പാരാസിമ്പത്തറ്റിക് സ്റ്റിമുലസ്. അല്ലെ, പാരാസിമ്പത്തറ്റിക് സ്റ്റിമുലസ് നമ്മൾ ഓൾറെഡി പഠിച്ചു, HCl സെക്രീഷൻ കൂട്ടും. വേഗൽ പാരാസിമ്പത്തറ്റിക് സ്റ്റിമുലസ് ആണ് ഈ ഫേസിനെ കൺട്രോൾ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഫേസ് ഈ സെഫാലിക് ഫേസ്. ഒരു ഫുഡിന്റെ സൈറ്റോ ഒരു ഫുഡ് കാണുമ്പോഴോ അതിന്റെ സ്മെല്ല് അടിക്കുമ്പോഴോ അതിനെപ്പറ്റി ആലോചിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിന്റെ ടേസ്റ്റ് ഓഫ് ഫുഡ്, ഈ സംഭവമൊക്കെ ദീസ് വിൽ ആക്ട് ആസ് ദ സ്റ്റിമുലസ് ഇൻ സെഫാലിക് ഫേസ്. ഇതൊക്കെ സ്റ്റിമുലസ് ആയിട്ട് ആക്ട് ചെയ്യും. സൈറ്റും സ്മെല്ലും ടേസ്റ്റും. ആക്ച്വലി ഫുഡ് വയറിലെത്തണം എന്നില്ല, ഫുഡ് കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇതിന്റെ മണം അടിക്കുമ്പോൾ തന്നെ നമ്മളെ ഗ്യാസ്ട്രിക് സെക്രീഷൻസ് ഒക്കെ കൂടും. അതാണ് സെഫാലിക് ഫേസ്. ഓക്കെ, അപ്പൊ ഇതൊരു കണ്ടീഷന്റെ റിഫ്ലക്സ് ആണ്. ഒരു കണ്ടീഷൻ ചെറുപ്പകാലം തൊട്ടേ ഉള്ള ഒരു റിഫ്ലക്സ് ആണ്, ഒരു കണ്ടീഷൻ റിഫ്ലക്സ് ആണ്, ചെറുപ്പകാലം തൊട്ടേ ഉണ്ടാവും. ഓക്കെ, ആൻഡ് ദിസ് വാസ് എക്സ്പെരിമെന്റലി ഡെമോൺസ്ട്രേറ്റഡ് ബൈ, ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്, അതാണ് ഷാം ഫീഡിംഗ് ടെക്നിക്. ഷാം ഫീഡിംഗ് ടെക്നിക് എന്ന് പറഞ്ഞാല് ഒരു ഡോഗിന്റെ, സപ്പോസ് ദിസ് ഇസ് എ ഡോഗ്,
നമ്മുടെ ഡോഗിന്റെ നമ്മുടെ ഡോഗിന്റെ നെക്കിലും സ്റ്റൊമക്കിലും രണ്ട് ഹോൾസ് ഉണ്ടാക്കുക. ഓക്കെ. അപ്പൊ ഈ ഡോഗിന് നമ്മൾ ഫുഡ് കൊടുക്കുന്നു. ഒരു ഫുഡ് കൊടുക്കുന്ന സമയത്ത് എന്ത് പറ്റും? ഈ ഫുഡ് ആക്ച്വലി ഈ നെക്ക് വഴി പുറത്തേക്ക് വരും. നമ്മൾ കൊടുത്ത ഫുഡ് നെക്ക് വഴി പുറത്തേക്ക് വരും. പക്ഷെ അതേ സമയം, അതായത് ഫുഡ് സ്റ്റൊമക്കിൽ ആക്ച്വലി എത്തുന്നില്ല, അതിന് മുന്നേ ഇത് പുറത്ത് പോകുന്നുണ്ടല്ലോ. പക്ഷെ ഇത് വായിലിടുന്ന സമയത്ത് തന്നെ ഇവിടുന്ന് ഗ്യാസ്ട്രിക് സെക്രീഷൻസ് ഒക്കെ, ഒരു ഫ്രഷ് ഗ്യാസ്ട്രിക് സെക്രീഷൻസ് ഇവിടുന്ന് സ്റ്റൊമക്കിൽ നിന്ന് വരും. അതിന്റെ അർത്ഥം എന്താ? അതായത് ഫുഡ് സ്റ്റൊമക്കിൽ എത്തണം എന്നൊരു നിർബന്ധമില്ല, അതിന് മുന്നേ തന്നെ ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻസ് ഒക്കെ ഉണ്ടാവാം. അതാണ് സെഫാലിക് ഫേസ്. അത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തതാണ് ഷാം ഫീഡിംഗ് ടെക്നിക്. ഓക്കെ. ആൻഡ് ഹൗ ഇറ്റ് ഇസ് റെഗുലേഷൻ. റെഗുലേഷൻ എങ്ങനെയാണ് അറിയാം. റെഗുലേഷൻ ഇസ് ഓബിയസ്ലി ന്യൂറൽ കൺട്രോൾ. അതും ഹയർ സെന്റർ കോർട്ടെക്സ് ഒക്കെ, ഹയർ സെന്റർ വഴി അമിഗ്ഡാല കോർട്ടെക്സ് അതുവഴി അണ്ടർ കൺട്രോൾ ആയിരിക്കും സെഫാലിക് ഫേസ്. ആൻഡ് ന്യൂറൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ നെർവസ് സിസ്റ്റംസ് എങ്ങനെയാ, ഡയറക്ട്ലി ആരെ സ്റ്റിമുലേറ്റ് ചെയ്യും? പെറൈറ്റൽ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് HCl സെക്രീഷൻസ് കൂട്ടാം. അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ആരെ സ്റ്റിമുലേറ്റ് ചെയ്യാം? ഇൻഡയറക്ട്ലി ജി സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഗ്യാസ്ട്രിനെ റിലീസ് ചെയ്യും. ഗ്യാസ്ട്രിൻ ഇസ് എ ഹോർമോൺ. ഈ ഗ്യാസ്ട്രിൻ എന്ത് ചെയ്യും? HCl സെക്രീഷൻ കൂട്ടും. ഓക്കെ. ആൻഡ് തേർഡ് ഫേസ് is the gastric phase. And this phase, ഈ ഫേസിലാണ് ആക്ച്വലി ഫുഡ് സ്റ്റൊമക്കിൽ എത്തുക. ദിസ് ഈസ് ദ ഫേസ് where there is actual entry of food. So we have the entry of food. സ്റ്റൊമക്കിൽ ഫുഡ് എത്തി. അപ്പൊ എന്ത് പറ്റും? സ്റ്റൊമക്ക് വാള് സ്ട്രെച്ച് ആവും. വാള് സ്ട്രെച്ച് ആവും. ആൻഡ് വാള് സ്ട്രെച്ച് ആവുമ്പോൾ എന്ത് പറ്റും? സെക്രീഷൻ, ഗ്യാസ്ട്രിനും അങ്ങനെയുള്ള ഹോർമോൺസ് ഒക്കെ റിലീസായി സെക്രീഷൻസ് കൂട്ടും. എൻട്രി ഓഫ് ഫുഡ്. ആൻഡ് ഹൗ ഇറ്റ്സ് റെഗുലേറ്റഡ്. ഇതിൽ എങ്ങനെയാണ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂറൽ റെഗുലേഷനും ഉണ്ട്, ഹോർമോണൽ റെഗുലേഷൻസും ഉണ്ട്. ന്യൂറൽ റെഗുലേഷൻ എന്ന് പറയുന്നത് മോസ്റ്റ്ലി ബൈ എൻട്രിക് നെർവസ് സിസ്റ്റം. സ്റ്റൊമക്ക് വാളിലുള്ള എൻട്രിക് നെർവസ് സിസ്റ്റം വഴിയാണ് ഇവിടെ എൻട്രിക് നെർവസ് സിസ്റ്റം സ്റ്റിമുലേറ്റ് ആവും. ഫുഡ് വരുന്ന സമയത്ത് എൻട്രിക് നെർവസ് സിസ്റ്റം സ്റ്റിമുലേറ്റ് ആവും. അതുവഴി HCl സെക്രീഷൻ കൂടും. അതേപോലെ ഹോർമോൺസ് ഒക്കെ ഏതാ? ഗ്യാസ്ട്രിൻ എന്ന് പറഞ്ഞ ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. ഗ്യാസ്ട്രിൻ ഒക്കെ HCl പ്രൊഡക്ഷൻ കൂട്ടും. So these are the phases of gastric acid secretion. മൂന്ന് ഫേസസ് പഠിക്കാനുണ്ട്. ഇന്റർഡൈജസ്റ്റീവ് ഫേസ്, സെഫാലിക് ഫേസ് ആൻഡ് ഗ്യാസ്ട്രിക് ഫേസ്. ആ ഇൻഡസ്ട്രിയൽ ഫേസ് ഈ ഫുഡ് ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫേസ് ആണ്. ഓക്കെ. ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് ദ സെഷൻ റിഗാർഡിംഗ് ദ HCl secretion, its functions, regulations and all. So do revise the session. I hope you have understood the basic concept regarding this. Okay, thank you and all the best for the exam.